ഓരോ യു.എസ്. സന്ദർശനത്തിലും രാഹുൽ ഗാന്ധി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഒരു പ്രത്യേക കാര്യത്തിലാണ്. രാജ്യവിരുദ്ധ ശക്തികളുമായി കൂടുതൽ അടുക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം ഒന്നുകൂടി രാഹുൽ മുറുക്കുന്നു, മുൻപോട്ട് പോകുന്നു. അക്കൂട്ടത്തിൽ കേൾക്കുന്ന രണ്ട് പേരുകളുണ്ട്, സരിത പാണ്ഡെയും അജിത് സാഹിയും. ആരാണ് സരിത പാണ്ഡെയും അജിത് സാഹിയും? അമേരിക്കയിലെ മൗലികവാദ ഇസ്ലാമിക ഗ്രൂപ്പായ ഇസ്ലാമിനു വേണ്ടി ശക്തമായി വാദിക്കുന്ന സംഘടനയായ ഇന്ത്യൻ അമേരിക്കൻ മുസ്ലിം കൗൺസിലിന്റെ ഡയറക്ടറാണ് അജിത് സാഹി. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് സരിത പാണ്ഡെ. മൂന്നാം ലോക രാജ്യങ്ങളിലെ സർക്കാരുകളെ അട്ടിമറിച്ച് സ്വന്തം സർക്കാരുകൾ ഉണ്ടാക്കി രസിക്കുന്ന ശതകോടീശ്വരൻ ജോർജ് സോറോസ്. അദ്ദേഹത്തിന്റെ അജണ്ടകളിൽ ഒന്നായ മോദി സർക്കാരിനെ അട്ടിമറിക്കലിന്റെ ഭാഗമാണ് അജിത് സാഹി. സോറോസിന്റെ പണം വാങ്ങി രഹസ്യ അജണ്ടകൾ സെറ്റ് ചെയ്യുന്ന പലരിൽ ഒരാൾ. അദ്ദേഹത്തോടൊപ്പം ഒരാൾ കൂടി ഇക്കുറി രാഹുൽ ഗാന്ധിയുടെ യു.എസ്. സന്ദർശന സമയത്ത് പുറത്തു വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സഹധർമ്മിണി സരിത പാണ്ഡെ. സ്വന്തമായി വരച്ച സോണിയാഗാന്ധിയുടെ ഒരു ചിത്രം രാഹുൽ ഗാന്ധിക്ക് സരിത പാണ്ഡെ സമ്മാനിച്ചിരുന്നു. അത് കഴിഞ്ഞ വർഷം രാഹുൽ ഗാന്ധി വാഷിംഗ്ടണിൽ സന്ദർശനം നടത്തിയപ്പോഴായിരുന്നു. താനിത് അമ്മയ്ക്ക് നൽകുമെന്ന് രാഹുൽ ഗാന്ധി ഉറപ്പ് നൽകുകയും ചെയ്തു. ഇതൊക്കെ കാണുമ്പോൾ രാഹുൽ ഗാന്ധി അനുകൂലികളായ പലരും ചോദിക്കും, ഇതിലെന്താ മോദിക്ക് പലരും അമ്മയുടെയും മോദിയുടെയും ഒക്കെ ചിത്രങ്ങൾ സ്വന്തമായി വരച്ച് അദ്ദേഹത്തിന്റെ വിദേശ സന്ദർശന വേളയിൽ നൽകുന്നില്ലേ, പിന്നെ ഇതിന് മാത്രം എന്താണ് പ്രത്യേകത? എന്നാൽ ഈ സമ്മാനങ്ങൾക്കും അടുപ്പത്തിനും പ്രത്യേകതകളുണ്ട്. പുറമേക്ക് നിഷ്കളങ്കം എന്ന് തോന്നാം അത്തരത്തിലുള്ള ചടങ്ങുകൾ, കൂടിക്കാഴ്ചകൾ. പക്ഷെ ഉള്ളിലുള്ള അജണ്ട ഒന്ന് മാത്രം, മോദി സർക്കാരിനെ വീഴ്ത്തുക. അതിനുള്ള അജണ്ടകൾ സെറ്റ് ചെയ്ത് കൃത്യമായ കരനീക്കൽ മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. അതാണ് അവർ നടത്തുന്നത്. രാഹുൽ ഗാന്ധിക്ക് പാകിസ്ഥാൻ ഡീപ് സ്റ്റേറ്റ് സംഘടനകളായ IAMCയുമായും ഇസ്ലാമിക് സർക്കിൾ ഓഫ് നോർത്ത് അമേരിക്ക ICNAയുമായും ബന്ധമുള്ളത് അപകടകരമാണ് എന്ന് പ്രത്യേകം ചൂണ്ടിക്കാട്ടി അഭിനന്ദൻ മിശ്ര സൺഡേ ഗാർഡിയനിൽ എഴുതിയ ഒരു ലേഖനം ചർച്ചയായിരുന്നു. ഇവരുടെ പാകിസ്ഥാൻ ബന്ധവും ജമാഅത്തെ ഇസ്ലാമി ബന്ധവും ഒക്കെ ചികഞ്ഞാൽ പുറത്തുവരുന്നത് മറ്റു ചില വിവരങ്ങളാണ്. ഷെയ്ഖ് ഉബൈദാണ് 2002 IAMC സ്ഥാപിച്ചത്. ഷെയ്ഖ് ഉബൈദിലൂടെ പാകിസ്ഥാനിലെ ലഷ്കർ ഇ തോയ്ബയുമായും ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയുമായും IAMCക്ക് ബന്ധമുണ്ട്. അങ്ങനെയുള്ള സരിത പാണ്ഡെയാണ് രാഹുൽ ഗാന്ധിയുമായി ഇത്തവണ യുഎസിലെ നാഷണൽ പ്രസ് ക്ലബിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയത്. സരിത പാണ്ഡെയുടെ ഭർത്താവ് അജിത് സാഹി ഡയറക്ടറായ IAMCക്ക് ഇപ്പോൾ ഇന്ത്യയിൽ നിരോധിച്ച സിമിയുമായി, സ്റ്റുഡന്റ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യയുമായും അടുത്ത ബന്ധമുണ്ടായിരുന്നു. IAMCയുടെ ഒരു ട്വീറ്റിൽ യോഗി ആദിത്യനാഥിനെ ഹിന്ദു തീവ്രവാദിയാണ് മുദ്രകുത്തിയിരിക്കുന്നത്. ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണം നടത്താൻ ആഹ്വാനം ചെയ്യുന്ന നേതാവാണ് യോഗി ആദിത്യനാഥിനെ IAMC ഈ ട്വീറ്റിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. 2024 തെരഞ്ഞെടുപ്പിൽ മോദിക്കെതിരെയും ജോർജ് സോറോസ് നേതൃത്വത്തിലുള്ള വിവിധ സംഘടനകൾ എത്ര പണമാണ് ഇന്ത്യയിൽ ഒഴുക്കിയത്, എത്ര രഹസ്യ അജണ്ടകളാണ് പ്രചരിപ്പിച്ചത്, എന്നിട്ടും മോദി ജയിച്ചു കയറിയത് ആ ജനകീയ നേതാവിലുള്ള ജനങ്ങളുടെ വിശ്വാസത്തിന്റെ തെളിവ് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. രാഹുൽ ഗാന്ധി ഓരോ US സന്ദർശനത്തിലും എങ്ങനെയാണ് രാജ്യവിരുദ്ധ ശക്തികളുമായി കൂടുതൽ അടുക്കുന്നത് എന്നതിന് തെളിവാണ് സരിത പാണ്ഡെയും IAMCയും അജിത് സാഹിയും എല്ലാം. ഇന്ത്യ കരിമ്പട്ടികൾ ഉൾപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന മറ്റ് സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന സംഘടനയാണ് IAMC എന്ന് പറയപ്പെടുന്നു. ഇന്ത്യക്കെതിരായ പ്രചാരണം അഴിച്ചുവിടാൻ ഇന്ത്യ വിരുദ്ധ സംഘടനകളിൽ നിന്ന് ഫണ്ട് വാങ്ങുന്ന സംഘടനയാണ് IAMC എന്നും അതിന് തീവ്രവാദ ബന്ധമുള്ളതായും പറയപ്പെടുന്നു. റോഹിംഗ്യകളുടെ പേരിൽ IAMC സ്ഥാപകൻ ഷെയ്ഖ് ഉബൈദ് ഫണ്ട് വാങ്ങുന്നതായും പറയുന്നു. ഈ ഫണ്ട് USCIRF എന്ന സംഘടന വഴി ഇന്ത്യയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താൻ ഉപയോഗിക്കുന്നതായും വ്യാജ വാർത്തകൾ കണ്ടെത്തി. അതിന് പിന്നിലെ സത്യം പുറത്തു കൊണ്ടുവരുന്ന ഡിസ്ഇൻഫോ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.